മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 5:30 മുംബൈ ആസാദ് മൈതാനിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ഇത് 3-ാം തവണയാണ് ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകുന്നത്. വിവരങ്ങളുമായി അമീഷ പ്രദീപ് ചേരുന്നുണ്ട്. അമീഷ, സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ആരൊക്കെയാണ് പങ്കെടുക്കുക? കൂടുതൽ വിവരങ്ങൾ. ആതിര, 11 ദിവസത്തെ സസ്പെൻസിനൊടുവിലാണ് ആരാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആവുക എന്നുള്ള കാര്യത്തിലൊരു തീരുമാനമാവുന്നത്. ഇന്ന് വൈകിട്ട് 5:30 മുംബൈയിലെ ആസാദി മൈതാനത്തിലാണ് ദേവേന്ദ്ര ഫട്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്യുക. ഈ ഫട്നാവിസിനോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രിമാരായി ഏക്നാഥ് ഷിൻഡെയും അതുപോലെ തന്നെ അജിത് പവാറും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഈ ഒരു ചടങ്ങിൽ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് കേന്ദ്രമന്ത്രിമാരും NDA മുഖ്യമന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. വലിയ സംസ്ഥാന വ്യാപകമായി ഒരു വിപുലമായ ഒരു ആഘോഷമാണ് മഹായുതി സഖ്യം ഒരുക്കിയിട്ടുള്ളത്. 18ാം മുഖ്യമന്ത്രിയായാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 3 ദിവസം മാത്രം നീണ്ടു നിൽക്കുകയായിരുന്നു ഇതിനു മുൻപ് ഫട്നാവിസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്നൊരു കാലാവധി എന്ന് പറയുന്നത്. ഈ 3 ദിവസത്തിന് ശേഷം അദ്ദേഹം രാജിവെക്കുകയും അതിനുശേഷം ഷിൻഡെ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇതുവരെ ഉപമുഖ്യമന്ത്രിമാരായി ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കുന്നത്. നിലവിൽ മന്ത്രിമാരെ ഇതുവരെ തീരുമാനിക്കാൻ കഴിയാത്ത ഈ ഒരു സാഹചര്യത്തിൽ 3 പേർ മാത്രം സത്യപ്രതിജ്ഞ ചെയ്താൽ മതിയെന്നാണ് സഖ്യത്തിലെ ഒരു വിഭാഗത്തിൻ്റെ തീരുമാനം. BJP കേന്ദ്ര നിരീക്ഷകരായ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അതുപോലെ തന്നെ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെയും നേതൃത്വത്തിൽ ഒരു കോർ കമ്മിറ്റി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫട്നാവിസിനെ നിയമസഭാ കക്ഷി നേതാവായി തീരുമാനിക്കുന്നതും അതിനുശേഷം മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് ചുമതലയേൽക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. 230 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് മഹായുതി സഖ്യം ഇപ്പോൾ അധികാരത്തിൽ ഏറാൻ പോകുന്നത്. 32 സീറ്റുകളോട് കൂടിയാണ് BJP ഇതിൽ ഭാഗമാവുന്നത്. എന്തായാലും ഒരുപാട് നാൾ കാത്തിരിപ്പിന് ശേഷം അല്ലെങ്കിൽ ആരായിരിക്കും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്നുള്ള ഒരു കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ ഈയൊരു ചുമതല ദേവേന്ദ്ര ഫട്നാവിസിലേക്ക് എത്തുന്നത്. ഇന്ന് വൈകിട്ട് 5:30 സത്യപ്രതിജ്ഞ നടത്താനിരിക്കുന്നത്.